പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. പൂരത്തിന് തുടക്കം കുറിക്കുന്നത് കണിമംഗലം ശാസ്താവ് എന്നുള്ളതോടുകൂടിയാണ്. പൂരത്തിന് 2 ശാസ്താമാരാണ് പങ്കെടുക്കുന്നത്, ബാക്കിയെല്ലാം ഭഗവതിമാരാണ്. നെയ്തലക്കാവ്, കണിമംഗലം, ചൂരുകെട്ടുകാവ്. ആനകളില്ലെങ്കിൽ പൂരില്ലല്ലോ. പൂരത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടം തൃശ്ശൂർ പൂരമല്ല, എല്ലാ പൂരങ്ങളിലെയും അവിഭാജ്യ ഘടം ആനകളാണ്. ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂർ കേശവനും അതേപോലെ തന്നെ ഗുരുവായൂർ പഴയ പത്മനാഭനും കീരങ്ങാട്ട് കേശവനും കൂടലാവറ്റം രാമേന്ദ്രനും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? എനിക്ക് എല്ലാ ആനകളും ഇഷ്ടമാണ്. ആനകളെ എന്നാലൊരു ഫേവറേറ്റ് ആണല്ലോ. പണ്ടത്തെ രാജാവ് കണി കണ്ട് വളർന്നിട്ടുള്ള ഒരു ആനയാണ്. ആ ആനേനെയാണ് തൃശ്ശൂർ തിരുവമ്പാടി നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ആനകളിലെ വിസ്മയമായിട്ടുള്ള തിരുവമ്പാടി ശിവസുന്ദർ ആന. ആരും മോഹിക്കുന്ന എത്രയും മുന്നഴക് അല്ലെങ്കിൽ ആനകളിലെ എന്താ പറയാ ഭംഗി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശിവനാന മാറ്റി നിർത്താൻ ഒരു ആന ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരത്തിന് കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. എവിടം വരെയായി ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് മേനോനാണുള്ളത്. ചേട്ടാ നമസ്തേ. നമസ്കാരം. ചേട്ടാ, തൃശ്ശൂർ പൂരം എല്ലാവർക്കും വളരെ വൈകാരികമായിട്ട് കാണുന്നൊരു പൂരമാണ്. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്, പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അങ്ങ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്, വർഷങ്ങളായിട്ട് പൂരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ എന്താണ്? തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1798 വർഷമാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കൊച്ചി രാജാവായിരുന്നുള്ള ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ പറയുന്ന ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്ത് ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുത്തിരുന്ന അമ്പലങ്ങളായിരുന്നു ഈ പറഞ്ഞ തിരുവമ്പാടി പാർമേക്കാവ് അമ്പലങ്ങളൊക്കെ. മഴ വന്നിട്ടോ എന്തോ അവർക്ക് ആ പൂരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നെ അങ്ങോട്ട് പോണ സമയത്ത് എന്തോ എന്താ പറയുക, അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നു. അത് രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് ശക്തൻ തമ്പുരാൻ രാജാവാണ് തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് ഈ വടക്കുന്നാഥിന്റെ ചുറ്റുവട്ടവും മുഴുവൻ തേക്കിൻ കാടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തേക്കിൻ കാട് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആ തേക്കിൻ കാട് മുഴുവൻ വെട്ടി വെളുപ്പിച്ച് നമ്മുടെ തൃശ്ശൂരിലത്തെ ഏറ്റവും വലിയ 2 ദേവസ്വങ്ങളായ തിരുവമ്പാടിനെയും പാർമേക്കാവിനെയും മുന്നിൽ നിർത്തി 8 ഘടകപൂരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് തൃശ്ശൂർ പൂരം ഫോർമുലേറ്റ് ചെയ്തത്. ഏകദേശം 36 മണിക്കൂർ നടക്കുന്ന വളരെ വൈവിധ്യമായിട്ടുള്ള വളരെ ലോകപ്രശസ്തമായിട്ടുള്ള പൂരം ഫോർമുലേറ്റ് ചെയ്ത് പറയുന്നത് ശക്തൻ തമ്പുരാനാണ്. ആ ഒരു നമ്മുടെ ടൈം ആണെങ്കിലും അതിൻ്റെ ഓരോ കാര്യത്തിൻ്റെയും അതിൻ്റെ ഒരു എന്താ പറയുക സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. തൃശ്ശൂരിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ലോകമെമ്പാടും ഇന്ന് നമ്മൾ തൃശ്ശൂരിനെ അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം കൊണ്ടാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അവിടുത്തെ ദേവതകൾ. ഇപ്പോൾ പൂരത്തിനാണെങ്കിൽ പോലും ഓരോ ദേവതകളും വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ മേളങ്ങളാണെങ്കിൽ പോലും ഓരോ ദേവതകൾക്കും വ്യത്യസ്തമായിട്ടാണ് പലപ്പോഴും വരുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കോർഡിനേഷൻ വരുന്നത്? ഇപ്പോൾ നമ്മൾ തിരുവമ്പാടി ദേവസ്ഥനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തിരുവമ്പാടി അമ്പലം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അമ്മ ഭഗവതി മഹാമായുടെയാണ് അമ്പലം വരുന്നത്. പൂരങ്ങൾ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിക്കാണ്. ഭഗവതിയുടെ മുമ്പിൽ കൊടികേറ്റിയിട്ടാണ് നമ്മൾ പൂരം നടക്കുന്നത്. പക്ഷേ തിരുവമ്പാടി കൃഷ്ണന്റെയും കൂടി അതിലൊരു പങ്കാളിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തുകൊണ്ട് പറയാന്ന് വെച്ചാൽ, തിരുവമ്പാടി കൃഷ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ കോലത്തുമ്മിലാണ് ഭഗവതിയുടെ തിറമ്പ് വയ്ക്കുന്നത്. അപ്പോൾ കൃഷ്ണനും ഭഗവതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവമ്പാടിനെ ഇതായിട്ട് പങ്കെടുക്കുന്നത്. പാർമേക്കാവിലെ ഭഗവതിയെ ഉൾപ്പെടെ ഏകദേശം 10 ദേവീദേവന്മാരാണ് പങ്കെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് തിരുവമ്പാടിയും പാർമേക്കാവാണ്. ഘടപൂരങ്ങളായിട്ട് 8 പൂരങ്ങളുണ്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, വളരെ ഫോർമുലേറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ വളരെ ഓരോ ആൾക്കാർക്കും അതിൻ്റെ സമയങ്ങൾ കൊടുത്ത് വടക്കുന്നാഥനെ വന്ന് കണ്ട് തിരിച്ചു പോകുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ അത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ, പൂരം ദിവസം രാവിലെ ഒരു 7 മണിയോടുകൂടി എഴുന്നള്ളിപ്പ് തുടങ്ങും. ആ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മഠത്തിലേക്കാണ് പോവുക. മഠത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പഴയ കാലത്ത് ഈ സ്വർണ്ണ തലക്കെട്ട് ഉണ്ടായിരുന്നത് നടുവിൽ മഠം മുപ്പിൽ സ്വാമിയുടെ അടുത്തായിരുന്നു സ്വർണ്ണ തലക്കെട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ പൂരത്തിന് സ്വർണ്ണ തലക്കെട്ട് പഴയ കാര്യത്ത് ചോദിച്ചപ്പോ നമ്മുടെ അവിടേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ സ്വർണ്ണ തലക്കെട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അനുവാദത്തില് ഇവിടുന്ന് ആനകളെ അവിടെ കൊണ്ടുപോയിട്ടാണ് സ്വർണ്ണ തലക്കെട്ട് കെട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാവിലെ ഇവിടുന്ന് എഴുന്നള്ളിച്ച് നടുവിൽ മഠത്തിൽ പോയി ഇറക്കി പൂജ കഴിഞ്ഞ ശേഷമാണ് അവിടുന്ന് വിശ്വവിഖ്യാതമായിട്ടുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിക്കുന്നത്.
അപ്പോൾ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ പഴയ കാലത്തെ ഒരു ഇത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോവാണ്. ഇപ്പൊ തലേക്കെട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും പഴയ കാലത്ത് അവർ നമ്മളെ സഹായിച്ചത് മാത്രം ഇതായിട്ട് ഈ പറഞ്ഞ പോലത്തെ വിശ്വവിഖ്യാതമായിട്ടുള്ള മഠത്തിൽ വരെ പഞ്ചവാദ്യത്തോടുകൂടി വരുമ്പോൾ ആ ഒരു പ്രൗഢി വളരെ ഗംഭീരമാണ്. അവിടുന്ന് കയറി നമ്മുടെ റൗണ്ടിലൂടെ എത്തിയതോടെ ശേഷം 7 ആനയവും അത് പ്രദക്ഷിണം വെച്ച് നായ്ക്കനാൽ എത്തുമ്പോൾ 15 ആനയാവും. 15 ആനത്തോട് മേളത്തോടു കൂടിയാണ് ശ്രീമൂലസ്ഥാനത്തിലേക്ക് വരുന്നത്. അവിടെ മേള അവസാനിച്ച് നമ്മൾ തെക്കേ ഗോപുരം വഴി വിശ്വവിഖ്യാതമായിട്ടുള്ള കുടമാറ്റത്തിൽ ഇറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ എന്താ പറയാ വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്സവമാണ്. ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാ തരത്തിലും ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അതെ. അപ്പോൾ അതിന്റെ ഒരു ദേവതകൾ വരുവാണെങ്കിൽ 8 ദേവതകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് വരുന്നത്? അത് പറഞ്ഞ ഈ 8 ചെറുപൂരങ്ങൾക്കുള്ള അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുമെങ്കിൽ ഞങ്ങളുടെ ദേശത്ത് നമ്മളിപ്പോ തിരുവമ്പാടി പാറമേക്കാവ് ഉള്ള പോലെ നമ്മളെ 8 കടപൂരങ്ങൾക്കുള്ള ആനകളും ആനച്ചമയങ്ങളും മുഴുവൻ കൊടുക്കുന്നത് ദേവസ്വങ്ങളാണ്. തൃശ്ശൂർ തിരുവമ്പാടി പാറമേക്കാവാണ്. നമുക്ക് വരുന്ന 3 ഘടകപൂരങ്ങളാണ് നെയ്തലക്കാവ്, അയ്യന്തോള്, ലാലൂര്. അപ്പൊ അവർക്ക് ഏകദേശം 13, 11 അതുപോലെ 9 ആനകളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ആനകളും ഈ ആനച്ചമയങ്ങളും കൊടുക്കുന്നത് തിരുവമ്പാടിയാണ്. പാറമേക്കാവിന് അതുപോലെ തന്നെ 5 ഘടകപൂരങ്ങളാണ് അവർക്ക് വരുന്നത്. അവർക്കുള്ള ആനച്ചമയൊക്കെ മറ്റേ പാറമേക്കാവാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഓവറോൾ നോക്കുന്നത് മുഴുവൻ ദേവസ്വങ്ങളാണ്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ്. ഇത് ഏതൊക്കെ ദേവതകളാണ് വരുന്നത് ഇതില്? പൂരത്തിന് തുടക്കം കുറിക്കുന്നത് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടുകൂടിയാണ്. പൂരത്തിന് 2 ശാസ്താമാരാണ് പങ്കെടുക്കുന്നത്, ബാക്കിയെല്ലാം ഭഗവതിമാരാണ്. അയ്യന്തോള്, അതുപോലെ ലാലൂല്, നെയ്തലക്കാവ്, കണിമംഗലം, ചൂരുകട്ടുകാവ്, പിന്നെ പനമുക്കുംപള്ളി, കാരമുക്ക്, ചെമ്പൂക്കാവ് എന്നുള്ള ഏകദേശം 8 ചെറുപൂരങ്ങളാണ് പാറമേക്കാവ്, തിരുവമ്പാടി കൂടാതെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഈ വെയിലും മഴയും കൊള്ളാണ്ട് ആണ് മറ്റേ കണിമംഗലം ശാസ്താവ് വരിക എന്ന് പറയാം. ശാസ്താവിനെ സംബന്ധിച്ച് വെയിലും കൊള്ളാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റേ മഴയും പാടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഏറ്റവും ആദ്യം വടക്കുന്നാഥിൽ എത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. അപ്പൊ അവിടെ നിന്നാണ് പിന്നീട് ബാക്കിയുള്ളതൊക്കെ പൂരങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ മേളങ്ങളുടെ രീതി എങ്ങനെയാണ് വരുന്നത്? മേളങ്ങളുടെ രീതി എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഞ്ചവാദ്യത്തോടുകൂടി, നേരത്തെ പറഞ്ഞ പോലെ പഞ്ചവാദ്യത്തോടുകൂടി മറ്റേ നായ്ക്കനാലിലെത്തി പഞ്ചവാദ്യം നായ്ക്കനാൽ അവസാനിക്കുകയാണ്. അവിടുന്ന് ചെമ്പട കൊട്ടി നമ്മുടെ പാണ്ഡിമേളം തുടങ്ങി ശ്രീമൂലസ്ഥാനത്തെത്തി. ശ്രീമൂലസ്ഥാനം മേളം എന്നാണ് പറയുന്നത്. മേള അവസാനിക്കുന്നത് ഏകദേശം ഒരു 2.5 മണിക്കൂറോടുകൂടിയാണ് നമ്മുടെ മേളം ഉള്ളത്. അത് മറ്റേ ശ്രീമൂലസ്ഥാനത്തോടുകൂടി മേള അവസാനിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ വടക്കുന്നാഥിലേക്ക് ഉള്ളിൽ കയറി വടക്കുന്നാഥിനെ പ്രദക്ഷിണം വെച്ചിട്ടാണ് തെക്കോട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങാനായിട്ട് മുമ്പ് പാറമേക്കാവ് ഇതേപോലെ തന്നെ എലിഞ്ഞിത്തറ മേളം കഴിഞ്ഞ് അവര് വടക്കുന്നാഥിന് പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുരം വഴിക്ക് ഇറങ്ങി പോയി തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയാ കൂടിക്കാഴ്ചയ്ക്കായിട്ട് തിരുവമ്പാടി ഭഗവതി ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊന്നു തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ആനകളാണ് അതിൻ്റെ ഒരു ഭംഗി. ആനകളിങ്ങനെ നിരന്ന് നിന്ന് കാണുന്നതും ആ കുടമാറ്റം മാറ്റുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? വെച്ചാല് ആനകളില്ലെങ്കിൽ പൂരില്ലല്ലോ. പൂരത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടം തൃശ്ശൂർ പൂരമല്ല, എല്ലാ പൂരങ്ങളിലെയും അവിഭാജ്യ ഘടം ആനകളാണ്. ആനയും വെടിക്കെട്ടാണ്. തൃശ്ശൂർ പൂരം ഇന്നത്തെ പൂരമാക്കിയത് ഇത്രയും പറഞ്ഞ 15 ആന പുറത്ത് എഴുന്നള്ളിക്കുന്നതും ഈ പറഞ്ഞ പോലെ എന്താ പറയാ കുടമാറ്റമാണ് ഈ പൂരം ഇത്രത്തോളം ആൾക്കാർ ഉൾക്കൊള്ളാനും ആസ്വദിക്കാനുള്ളതായിട്ടുള്ളത്. അപ്പൊ ആനകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ആനകളുടെ ഷോർട്ടേജ് ആണ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു ആനകളെ കിട്ടാനില്ലാത്ത അവസ്ഥ. അതെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂർ കേശവനും അതുപോലെ തന്നെ ഗുരുവായൂർ പഴയ പത്മനാഭനും കീരങ്ങാട്ട് കേശവനും കൂടലാവറ്റം രാമേന്ദ്രനും അതേപോലെ വിശ്വവിഖ്യാതമായിട്ടുള്ള നാട്ടിൽ ജനിച്ച കേരളത്തിൽ വനത്തിൽ ജനിച്ചു വളർന്നുള്ള ആനകളായിരുന്നു ഒരു കാലത്ത് എഴുന്നള്ളിച്ചിരുന്നത്. ആ ആനകൾ മാറി ഇപ്പൊ പിന്നെ ഒരു 70-80 ബീഹാറിൽ നിന്ന് ആനകൾ വന്നു തുടങ്ങിയത്. ഇപ്പൊ ബീഹാർ ആനകളാണ് കൂടുതലുള്ളത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആനകളെ പിടിക്കൽ നിർത്തി, ലേലം നിർത്തിയതിന് ശേഷം ഇപ്പൊ വളരെ കുറച്ച് ആനകൾ മാത്രമേ നാട്ടാനകൾ എന്ന് പറയാനുള്ളൂ. മറ്റേതൊക്കെ പുറത്തു വന്നിട്ടുള്ള ആനകളാണ്. ആ പുറത്തു വന്നിട്ടുള്ള ആനകളും ഇപ്പോൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ പൂരം തന്നെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടെയാണ് പറന്നു പോകുന്നത്. വേണ്ടത്ര ആനകൾ കിട്ടുന്നില്ല, നല്ല ആനകൾ കിട്ടുന്നില്ല, ആനകൾക്ക് വേണ്ടത്ര സമയം റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. പൂരങ്ങൾ ഇഷ്ടം നമ്മൾ ഒരു പൂരത്തിനെ സംബന്ധിച്ച് പാറമേക്കാവിനാണെങ്കിലും തിരുവമ്പാടിക്കാണെങ്കിൽ ഏകദേശം 40-45 ആനകൾ വേണം.
ഇപ്പൊ 45 ആനകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ എല്ലാ ഘടകപൂരങ്ങൾക്കും നമ്മുടെ പൂരങ്ങൾക്കും ആനകളെ കൊടുക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ആനകൾ കിട്ടുന്നില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ 30-30ന്റെ താഴെയാണ് ആനകൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ എന്താ പറയാ ഈ പ്രൗഢിയോടുകൂടി നടക്കണമെങ്കിൽ പൂരമായി കാണണമെങ്കിൽ ആനകൾ വേണം. ആനകൾ വന്നാൽ മാത്രമേ പൂരം എന്താ പറയാ മുന്നോട്ട് പോവുകയുള്ളൂ. ആനകൾ, തലയെടുപ്പുള്ള ആനകൾ വേണം തീർച്ചയായിട്ടും. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോ കേട്ടറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 10-53 കൊല്ലമായിട്ട് തിരുവമ്പാടി ദേവസ്വം സ്വന്തം ആനപ്പുറത്താണ് എഴുന്നള്ളിച്ച് പോണത്. അത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഓർമ്മിക്കണ കാലം തൊട്ട് തിരുവമ്പാടി ദേവസ്വം സ്വന്തം ആനപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത്. വേറൊരു ആനയുടെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഏകദേശം 28 വർഷക്കാലം തിരുവമ്പാടി പൂരത്തിന് കൊല്ലം കയറ്റിയിട്ടുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരൻ, അതേപോലെ ആനകളിലെ വിസ്മയമായിട്ടുള്ള തിരുവമ്പാടി ശിവസുന്ദർ ആന 15 വർഷക്കാലം ഇന്ന് കോലം കയറ്റുന്ന നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ. ഈ പറയുന്ന ആനകളൊക്കെ ഇന്ന് കേരളത്തിലെ ഒന്നാംകട നിരയിലുള്ള ആനകളാണ്. തീർച്ചയായിട്ടും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ സ്വന്തം ആനപ്പുറത്ത് എഴുന്നള്ളിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഞാനൊക്കെ ഈ തൃശ്ശൂർ പൂരത്തെ കാണുമ്പോ തെക്കേ നട തുറന്ന് രാമൻ ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ട്. അതും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വരുന്ന ജനങ്ങളാണെങ്കിൽ പോലും ഒരു താരാരാധനയോട് കൂടിയാണ് രാമനെയൊക്കെ കണ്ടു നിൽക്കുന്നത്. അതെ അതെ. എന്നുവെച്ചാൽ ആനകള് എന്താ പറയാ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച്, തൃശ്ശൂർ മാത്രമല്ല പൂരത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആനകള് വളരെയധികം എന്താ പറയാ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ സ്നേഹിക്കാനും അതിനെ പരിപാലിക്കാനും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. പറഞ്ഞാൽ നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയധികം ഒരു വീട്ടിലെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ആനകളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യണോ എന്ന് പറഞ്ഞ് മൊത്തം ഈ ആന എഴുന്നള്ളിപ്പ് തന്നെ ഒഴിവാക്കുന്ന രീതിയോട് തീർത്തും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ തൃശ്ശൂർ ജീവിച്ചു വളർന്നുകൊണ്ടും തൃശ്ശൂരുള്ളത് കൊണ്ടും നമ്മളെ സംബന്ധിച്ച് ആനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത് വളരെ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്. അതിന് യാതൊരു കുറവും വരാത്ത രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ ആനകളെ കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് വല്ലാണ്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? എനിക്ക് എല്ലാ ആനകളും ഇഷ്ടമാണ്. ആനകളെ എന്നാലൊരു ഫേവറേറ്റ് ആണല്ലോ. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച രണ്ട് ആനകൾ ഞാൻ പറയാം. ആദ്യകാലത്ത് ഞാൻ ഓർമ്മിക്കുന്ന കാലം തൊട്ട് പഴയ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഞാൻ നേരത്തെ പറഞ്ഞു 28 വർഷം കാലം തൃശ്ശൂർ പൂരത്തിന് കോലം കെട്ടിയിട്ടുള്ള ആന, സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭൻ ആന അടക്കം കൂട്ടുനിന്നിട്ടുള്ള ഒരു ആനയായിരുന്നു ചന്ദ്രശേഖരൻ. പണ്ടത്തെ രാജാവ് കണി കണ്ട് വളർന്നിട്ടുള്ള ഒരു ആനയാണ്. ആ ആനേനെയാണ് തിരുവമ്പാടി നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ആനകളിലെ വിസ്മയമായിട്ടുള്ള തിരുവമ്പാടി ശിവസുന്ദർ ആന, ആരും മോഹിക്കുന്ന എത്രയും മുന്നഴക് അല്ലെങ്കിൽ ആനകളിലെ എന്താ പറയാ ഭംഗി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ശിവനാന മാറ്റി നിർത്താൻ ഒരു ആന ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ആ ആനയുണ്ട്. പിന്നെ ഇന്നുള്ള ചന്ദ്രശേഖരനെ ആയിക്കോട്ടെ, ഇന്ന് നമ്മുടെ ഉള്ള കണ്ണനാന ആയിക്കോട്ടെ, ഇപ്പൊ തിരുവമ്പാടി ദേവസ്വത്തിന് പുതിയതായിട്ടുള്ള വന്ന കണ്ണനാന ഉൾപ്പെടെ എല്ലാ ആനകളും ഇഷ്ടമാണ്. എല്ലാ ആനകളും എന്താ പറയാ നമുക്ക് അത്രയും ഒരു അങ്ങനെ പ്രത്യേകതയില്ല, പറഞ്ഞൊന്നു മാത്രം. ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ അല്ലാത്ത ഒരു ആന ഏതാണ് കുറച്ചുകൂടെ കൗതുകത്തിൽ കണ്ടിട്ടുള്ളത്? എനിക്ക് ഈ പറഞ്ഞ പോലെ പാമ്പാടി രാജനാന ഭയങ്കര താല്പര്യമാണ്. ഈ പറഞ്ഞ പോലെ പേരാമംഗലം ആന, മംഗലം അയ്യപ്പൻ ആന, ശ്രീനിവാസൻ ആന, അതുപോലെ ശിവരാജു. നമുക്ക് ആനകളെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആന പേരെടുത്ത് പറയണത് ശരിയായിട്ടുള്ള രീതിയല്ല. എല്ലാ ആനകളോടും താല്പര്യമുണ്ട്. പിന്നെ നമ്മുടെ അമ്പലത്തിലെ ആനയാകുമ്പോൾ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ അതിനോട് നമ്മള് ചെറിയ പ്രായം തൊട്ട് കണ്ടു വളരുമ്പോ അതിനെ കണ്ടിട്ടായിരിക്കും നമ്മള് ഇപ്പോ ആ ഒരു രസങ്ങൾ. ഇപ്പൊ ആന എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് താരാരാധനയേക്കാൾ കൂടുതൽ ആരാധന ഉള്ളത് ആനയ്ക്കാണ്. ഇപ്പോ ഏത് മൃഗങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും നാട്ടിലെ രാജാവ് ആന തന്നെയാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതെ, അതിലെന്താ വെച്ചാൽ ആനകൾക്ക് വളരെ ബുദ്ധിയുള്ള ഒരു ആനയാണ്. നമ്മള് ബാക്കിയുള്ള മൃഗങ്ങളെ പോലെയല്ല. നമ്മൾ ആനയോട് ഇഷ്ടം കാണിക്കുന്നത് ആന മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആന ഐഡന്റിഫൈ ചെയ്യും. ആന ഐഡന്റിഫൈ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഒന്ന്, ആന കാഴ്ചശക്തി കൊണ്ടും, രണ്ട്, ആന വാസന കൊണ്ടും വാടെടുത്തിട്ടാണ് അറിയാം. അപ്പൊ നമുക്ക് ആ ഇഷ്ടപ്പെട്ട ഒരാള് ആനയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ബിഹേവിയർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആ ആള് ആന മനസ്സിലാക്കി എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ എല്ലാ മൃഗങ്ങൾക്കുള്ള പോലെ വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. അതിന് ഭക്ഷണം കൊടുക്കാനോ അതിനെ പരിപാലിക്കാനോ നിന്നിട്ടുള്ള ആൾക്കാർ ആന പ്രത്യേകം മനസ്സിലാക്കും. എത്ര തിരക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ആന ആളെ തിരിച്ചറിയുന്നുള്ളത് നമുക്ക് മതമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ആനയെ ഇഷ്ടപ്പെടുന്നത്. കാണാനുള്ള വലിപ്പം കൊണ്ട് മാത്രമല്ല, ആനയെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്ന രീതിയിലുള്ള ഒരു മൃഗമാണ് ആന. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ചില സമയത്ത് ചില ആനകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ബാധിക്കാറില്ലേ? ഇപ്പോ അല്ല, അതിൽ കുറെ ഘടകങ്ങളുണ്ട്. കുറെ ഘടകങ്ങൾ ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഈ പറഞ്ഞ പോലെ ആന അനുസരണക്കേട് കാണിക്കുന്നത് പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ട്. ആനേനെ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാണ്ട് എഴുന്നള്ളിക്കുന്ന സമയത്ത്
പിന്നെ ആനയുടെ പ്രശ്നമല്ലാണ്ട് ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ചില ആനകൾക്ക് ആനക്കാരല്ലാണ്ട് ആന അടുത്ത് പോകുന്നത് ആൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ആന അടുത്ത് പോകാനും അതിനെ കൊമ്പുമ്പ് കയറി പിടിക്കാനും കാര്യങ്ങൾ ചെയ്യുന്നത് അലകുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല. ഈ ആന തെറ്റി വീഡിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ഇത് ഒരുവിധം ആൾക്കാർ മുഴുവൻ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ഇത്രയും കൂടി സമീപനം പാലിച്ചാൽ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഇത് വളരെയധികം എന്താ പറയാ പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും അതിന്റെ റൂട്ട് കോസ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ, ഒരു ആന ഇടയുന്നതിന്റെ റൂട്ട് കോസ് എന്താന്ന് നോക്കി കഴിഞ്ഞാലാണ് ശരിക്കും അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ചിലപ്പോൾ അവിടെ ഒരാൾ പോയിട്ട് ആനയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ആന ഇഷ്ടപ്പെടാണ്ടാവും ചെയ്തിട്ടുണ്ടാവുക. അത് ചെയ്യുന്ന സമയത്ത് ആനക്കാരൻ അത് വിലക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനക്കാരൻ അത് ചെയ്യും ഇതായിട്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ആനകളുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ല പറയുന്നില്ല. പക്ഷെ മഹാഭൂരിപക്ഷവും ആൾക്കാർ അതിനെ ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട് അതിനെ കൂടെ അടുത്ത് ചെന്ന് അതിനെ എന്താ പറയാ അകലത്തുനിന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സേഫ് ഡിസ്റ്റൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വളരെ ഇതാണ്. എല്ലാവരും ക്യാമറയും കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഈ സാധനങ്ങൾ എല്ലാം വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു എക്സ്ട്രീം മോഡിലാണ് കാണിക്കുന്നത്. വളരെ എന്താ പറയാ വളരെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ക്യാമറകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കൂടുതലും തന്നെ ആന ഓടുന്ന സമയത്ത് കൂടെ ചെല്ലുമ്പോൾ അത് ആന വല്ലാണ്ട് എന്താ പറയാ ഭയപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആനക്കാർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിനെ കം ഡൗൺ ചെയ്യും. പക്ഷെ അതിനുള്ള ഒരു സാവകാശം കൊടുക്കുന്നില്ല. അവിടെ എന്തെങ്കിലും ആന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ ആനയുടെ പിന്നാലെ പോവുകയാണ്. അപ്പൊ ആനയ്ക്ക് ആകെ വെപ്രാളം കൂടുകയാണ്. അപ്പൊ അത് വളരെ എന്താ പറയുക തന്മയത്തോടുകൂടി നേരത്തെ ഗിരിദാസ് സാറൊക്കെ പറയുന്ന പോലെ വളരെ വളരെ എന്താ സെൻസിബിൾ ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. എവിടം വരെയായി ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അല്ല, ഉത്സവം നമ്മളെ സംബന്ധിച്ച് പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ആന ആയിക്കോട്ടെ ഏതായിക്കോട്ടെ മുൻകൂട്ടി നമ്മളെ സംബന്ധിച്ച് മുൻകൂട്ടി വിളിച്ച് എല്ലാവരെയും ഇതായി ചെയ്തു തരികയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കുടമാറ്റത്തിന്റെ ആയാലും പന്തൽ പണിയാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ റൂട്ടീൻ പോലെ നടന്നു വരികയാണ്. അതായത് നാളെയാണ് നമ്മുടെ കൊടിയേറ്റം വരുന്നത്. രാവിലെ 11-11:15 കൂടിയിട്ട് നമ്മുടെ കൊടി കയറും. കൊടി കയറി കഴിഞ്ഞാൽ ഒരു 2-2:30 ഭഗവതിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് നമ്മുടെ നായ്ക്കനാലിലും നടുവിലാലും നമ്മുടെ പറയാ ആലുമ്മ നമ്മുടെ കൊടി കയറ്റും. അങ്ങനെയാണ് തൃശ്ശൂർ പൂരം തുടങ്ങുന്നത്. പിന്നെ എല്ലാ ദിവസങ്ങളും രാവിലെ ഭഗവതിനെ ആറാട്ട് കൊണ്ടുപോകും. പൂരത്തിന്റെ അന്ന് ഞായറാഴ്ച രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൂരത്തിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പൊ എല്ലാം എന്താ പറയാ ഫുൾ സ്വിങ്ങിലാണ് പോകുന്നത്. ജനങ്ങളായിക്കോട്ടെ ഇവിടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും അതിന്റെ ഉത്സാഹത്തിലാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്ത വളരെ മനോഹരമായിട്ട് ഉത്സവം നടക്കട്ടെ. അയ്യോ, നമ്മളെ സംബന്ധിച്ച് വിവാദങ്ങൾക്ക് കാര്യമില്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് പല രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരവസാന വാക്ക് കാണുന്ന തൃശ്ശൂർ പൂരമാണ്. അതിൽ അവർ ഒരിക്കലും ഒരു ഇത് കാണിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ വരെയായിട്ടും വളരെയധികം സ്നേഹമുണ്ട്. എല്ലാവരും പങ്കെടുക്കുകയാണ്. പൂരത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയമില്ല. പൂരം എല്ലാവരും മനസ്സിലാണ്. അത് ജാതി മത വർഗ വർണ്ണ ഭേദ ആണ്. ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള എല്ലാ ജാതിയിലുള്ള ആൾക്കാരും പൂരം ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ്. അവിടെ രാഷ്ട്രീയമില്ല, വേറെ ഒന്നുമില്ല, പൂരം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും പൂരം വളരെ മനോഹരമായിട്ട് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. തിരുവമ്പാടി കൃഷ്ണന്റെയും ഭഗവതിയുടെയും വടക്കുന്നാഥന്റെയും പാർമേക്കാല അവരുടെ എല്ലാം ഭംഗി നടക്കട്ടെ. ഓക്കെ.